السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഒരുപാട് കാര്യങ്ങൾ നാം ചർച്ച ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടത് വളരെ വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമക്ക് അഥവാ സ്വർഗാവകാശിക്ക്, മുഅ്മിനിന് രണ്ട് ആപൽകരമായ ഭയാനകരമായ സംഭവം ഉണ്ടാകുകയില്ല, അതവന് പിടിപെടുകയില്ല എന്നുള്ളതാണ്. എന്താണ് രണ്ട് ആപൽകരമായ ഗൗരവമായ സംഭവം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, നമ്മൾ എന്തിനാ ഇതെല്ലാം കേൾക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. എനിക്കും ഹൈറ്, നിങ്ങൾക്കും ഹൈറ് ഉണ്ടാവും. നിങ്ങൾ നോക്ക്, കണ്ടും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കാത്തവരെ 1000 തവണ യഥാർത്ഥത്തെ, സത്യത്തെ വിളിച്ചു പറഞ്ഞാലും അവർ 1000 ഒട്ടകക്കൂട്ടങ്ങളിൽ ചെന്നുകൊണ്ട് വേദം ഓതുന്നത് പോലെയാകുന്നു എന്നുള്ളതാണ് പ്രമാണം. അപ്പോൾ നാം പറയുന്നത് ഒരു കാതിലൂടെ കേട്ട് ഒരു കാതിലൂടെ വിടുകയാണെങ്കിൽ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നാം ചിന്തിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക. എനിക്കും ഗുണം, നിങ്ങൾക്കും ഗുണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കേട്ടോ, നിങ്ങൾ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. വലാ തകൂനൂ, നിങ്ങളാവരുത്, കല്ലദീന, ഒരു കൂട്ടരെ പോലെ, നസുല്ലാഹ, അല്ലാഹുവിനെ അവർ മറന്നു കളഞ്ഞു. ഖാലിഖായ ഉടമസ്ഥനായ റബ്ബിനെ അവർ മറന്നു കളഞ്ഞു. ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അവർ അവരുടെ ശരീരത്തെ മറന്നു. എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകണം, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് അവർ മറന്നു കളഞ്ഞാൽ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ഏറ്റവും വലിയ മോശക്കാരും തമ്മാടികളും, അവരെ കുറ്റവാളികളും. അപ്പോൾ അള്ളാഹുവിനെ ഓർക്കാത്തവർ എന്നും പരാജയപ്പെട്ടവരാണ് എന്ന് നമ്മൾ ഇവിടെ രണ്ട് ആപൽകരമായ ഭയാനകരമായ സംഭവം. എന്താണ് ആ സംഭവം എന്നുള്ളത് നോക്കാം. ഒന്ന് ഖൗഫാണ്, ഭയം, പേടി. രണ്ടാമത്തത് ഹസ്നാണ്, ദുഃഖമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മുഅ്മിന് ഉണ്ടാകുകയില്ല, മുഅ്മിന് അത് അനുഭവപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് സമാധാനപ്പെടുത്തിക്കൊണ്ട് 10-14 സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. വലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ബുദ്ധിമുട്ടാകണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് എന്താണ് അതിൻ്റെ പരിഹാരം. ദുഃഖം, ചില ആൾക്കാർ താങ്ങാനാകാത്ത ദുഃഖം കാരണം ആത്മഹത്യ ചെയ്യും, അല്ലേ? ഭയം കാരണവും ആത്മഹത്യ ചെയ്യും. വരാനിരിക്കുന്ന കാലങ്ങളിൽ ഉണ്ടാകാവുന്ന സംഭവങ്ങളെ സംബന്ധിച്ചാണ് ഭയം ഉണ്ടാകുക. ദുഃഖം എന്ന് പറഞ്ഞതോ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവത്തിന്, ഇത്രയും കാലം ഞാൻ ജീവിച്ചത്, അല്ലെങ്കിൽ ഇന്ന തെറ്റുകൾ, അല്ലെങ്കിൽ ഇന്ന പോരായ്മകൾ എന്നിൽ വന്നല്ലോ എന്ന അപാരമായ ദുഃഖം പേറുക. അതിനും പരിഹാരം ഇസ്ലാമിലുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ, മുഅ്മിനിൽ ഉണ്ടാവുകയില്ല എന്നാണ്. എന്താണ് അതിന് നമ്മൾക്ക് വേണ്ടത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക. ഒന്ന് തഖ്വയാണ്, രണ്ടാമത്തത് തവക്കുലാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനെ പിടിപെടുകയില്ല. പക്ഷേ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഈമാനികമായ കരുത്തും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കും. അങ്ങനെ ഒരു ദുഃഖം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭയം വരുമ്പോൾ, ആ ഭയത്തെ നേരിടാനുള്ള, അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ആയുധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൽബിലേക്ക് ഇട്ടു കൊടുക്കും. അതാണ് തഖ്വ കൊണ്ടും അതുപോലെ തന്നെ തവക്കൽ കൊണ്ടും നമ്മൾക്ക് നേടാൻ കഴിയും. തഖ്വ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക, കാര്യങ്ങളിലൊക്കെ വ്യക്തമാക്കുക എന്നുള്ളതാണ്. തവക്കൽ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തവക്കൽതു അലല്ലാഹ്, അള്ളാഹിന്റെ മേലെ ഞാൻ ഫലമേൽപ്പിക്കുന്നു. അപ്പൊ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൽ നിന്നാണ്. കുല്ലു യുസീബന, എനിക്ക് എത്തിയ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്ന് അള്ളാഹ് കണക്കാക്കിയതനുസരിച്ചു കൊണ്ട് മാത്രമാണ് എന്നിൽ വരിക എന്നുള്ള ബോധം. അതാണ് രണ്ടാമത്തെ കാര്യം. അത് നിങ്ങൾ നോക്ക്,
പരിശുദ്ധ ഖുർആനിൽ പറയാണ്. അപ്പൊ നമ്മൾക്ക് വരാനിരിക്കുന്നതിന് ആ ഭയം, സ്വർഗം, നരകം, ആഖിറത്തിൽ നടക്കാൻ പോകും, ഖബറ്, ഇതൊക്കെ വിചാരിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ അള്ളാഹ് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കഴിഞ്ഞുപോയ കുറ്റങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ദുഃഖിക്കുന്നു, അത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്നോട് ചോദിച്ചോ, ഞാൻ നിനക്ക് പുറത്തു തരും. എന്നോട് എപ്പൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചോദിക്കുന്നോ എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുക്കും. അപ്പോൾ ദുന്യാവിൽ നിന്ന് ആഖിറത്തിലേക്ക് പോകുമ്പോൾ ഭയം, ആ ഭയം നിങ്ങൾക്ക് വേണ്ട. അല്ലാഹ് പറയുന്നുണ്ടോ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന, തീർച്ചയായും ഒരു വിഭാഗം, ഖാലൂ, അവർ പറഞ്ഞു, റബ്ബുനല്ലാഹ്, അള്ളയാണ് ഞങ്ങളെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞ നമ്മൾ കാര്യം ചിന്തിക്കണം. നമ്മൾ റബ്ബ് എന്ന് പറഞ്ഞ പോറ്റി വളർത്തുന്നവൻ, ശുശ്രൂഷിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ഇറാദ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചു കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഒരു മൃഗവും അല്ലെങ്കിൽ നിർജീവി ജീവി ഏതാകട്ടെ അതിവിടെ നിലകൊള്ളുന്നില്ല. അതുകൊണ്ട് നമ്മൾ പറയാണ്, എന്നെ സൃഷ്ടിച്ച റബ്ബ് അവനാണ് അല്ലാഹ്. റബ്ബുനാ, നമ്മുടെ റബ്ബ് അള്ളയാണ് എന്നവർ പറഞ്ഞു, ഉറപ്പിച്ചതിൽ യാതൊരു, എൻ്റെ അടക്കവും അനക്കവും ഇന്ന് വെക്കേണ്ട ഏതെല്ലാം മേഖലകളുണ്ടോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഈ പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാൻ ആവശ്യമായ ഉപയുക്തമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് ഒരുക്കി തന്നതാണ്, അതെല്ലാം എൻ്റെ റബ്ബാണ് എനിക്ക് സംവിധാനിച്ചത് എന്ന് പറയും. എന്നിട്ടോ സുമ്മസ്തഖാമു, പിന്നെ അവരതിൻ്റെ മേൽ സ്ഥിരമാകും. അവൻ അള്ളാഹുവിന് വിപരീതമായി ഒന്നും ചെയ്യുകയില്ല. അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളെ 100% പാലിക്കുകയും നിരോധിക്കപ്പെട്ട കാര്യങ്ങളെ വർജിക്കുകയും ചെയ്യും. സുമ്മസ്തഖാമു, അത് അവരുടെ എങ്കിൽ വരാനിരിക്കുന്ന ഭയാനകരമായ ഒരു കാര്യം, മഹ്ശറ, ഖബർ, ആ സമയത്ത് ഇങ്ങനത്തെ ആളുകളുടെ അടുക്കൽ വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മലായികത്ത് വന്നുകൊണ്ട് പറയാ, തതനസ്സലു അലൈഹിമുൽ മലായിക, മരണം ആസന്നമാകുമ്പോൾ മരണത്തെ സംബന്ധിച്ച് ശാസ്ത്രം പറയുന്നതെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്നവർ ആധുനിക ഉപകരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോക്കുമ്പോൾ ആ മനുഷ്യന്റെ മാനസിക തലം അവർ അളന്ന് കണ്ടുപിടിച്ചത് ഒരു വലിയ ഒരു തുരങ്കത്തിലൂടെ അവർ മനുഷ്യൻ ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. പക്ഷേ ആ കുറഞ്ഞ അല്പസമയത്തിന്റെ ഉള്ളിൽ അവൻ ഇവിടെ ദുന്യാവിൽ വന്നിട്ട് പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജ്ലിൻ ഖരീബ് വഅസ്വദ്ദഖ വഅകുന മിനസ് സ്വാലിഹീൻ പറഞ്ഞല്ലോ. പഠിച്ചോനെ, എന്നെ അല്പസമയം ഒന്ന് പിന്തിച്ചിട്ട് തണ്ട, എന്നാൽ ഞാൻ സദഖ കൊടുത്തോളാം, സ്വാലിഹീങ്ങളിൽ പെട്ടോളാം എന്ന് അപ്പ പറയുമെന്ന്. അപ്പം എന്താണ് അപ്പറഞ്ഞത്? അവിടെ എല്ലാം അവന്റെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകും. അതിന്റെ സ്ഥലത്ത് നിസ്കാരം ഉപേക്ഷിച്ചത്, നോമ്പ് ഉപേക്ഷിച്ചത്, മറ്റുള്ളവരെ ഗീബത്ത് പറഞ്ഞത്, മറ്റുള്ളവന്റെ മനസ്സിൽ കണൽ കോരിയിട്ടുകൊണ്ട് ആസ്വദിച്ച ആസ്വാദനത്തിന്റെ കുറ്റബോധം പേറിക്കൊണ്ട് അവനിങ്ങനെ വരും. കുറെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും, കുറെ ആൾക്കാരെ തെറിവക്ക് പറഞ്ഞിട്ടുണ്ടാകും. ഇതെല്ലാം അവന്റെ മനസ്സിൽ വന്ന കുറ്റഭാരവുമായിക്കൊണ്ട് അവൻ മുന്നോട്ട് നീങ്ങും. അങ്ങനെ അവൻ ഈ ഗുഹയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതെല്ലാം അവന്റെ മനസ്സിൽ വരുന്നതാണ്. അങ്ങനെ വന്നിട്ട് ശൂന്യമായ ഒരു ഭാഗത്തേക്ക്, ശൂന്യമായ ഒരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പ്രവഹിക്കലാണ് മരണമെന്ന് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച് പറഞ്ഞു തരുമ്പോൾ ഖുർആൻ പറഞ്ഞു, എല്ലാം അപ്പ നിങ്ങളുടെ അടുക്കൽ വരും, എന്നിട്ട് നിങ്ങൾ പണി കുറച്ച് ചിന്തിച്ചിട്ട് കൊണ്ടാ അപ്പ സത്യം മനസ്സിലാവുമെന്നുള്ളത്. അപ്പോ തതനസ്സലു അലി, മരണം ഇങ്ങനെ വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്ത് വന്ന് പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ലാ തഖാഫൂ വലാ തഹ്സനൂ, നീ മുഷിക്കേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പോ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ, നിനക്ക് വാഗ്ദാനം ചെയ്ത ആ സ്വർഗമുണ്ടല്ലോ, അതുകൊണ്ട് നീ സന്തോഷിക്കുക. അപ്പോൾ ആ ഭയാനകരമായ അവസരത്തിൽ ആ സ്വർഗം കണ്ടുകൊണ്ട്, ആ സ്വർഗത്തിലുള്ള അനുഭൂതികളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഇതുവരെ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടില്ലാത്ത ആ മനോഹരമായ അവനുള്ള ഭവനം അവൻ കാണുമ്പോൾ മറ്റുള്ളതൊന്നും അവനൊരു പ്രശ്നമാവില്ല. അവിടെയാണ് കാര്യമായുള്ള ദുഃഖവും അതുപോലെ തന്നെ ഭയവും സംഭവിക്കുന്നത്. അപ്പൊ അവിടെ ഭയപ്പെടുകയില്ല അവന്. ചുരുക്കി പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പോട്ടെ, അവിടെ ഭയപ്പാട് ഏറ്റവും വലിയ ഭയം മരണത്തെ സംബന്ധിച്ചാണ്. അതുകൊണ്ടാണല്ലോ ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്?
മരണത്തെ പറഞ്ഞില്ല, അവൻ മറ്റുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഭയന്നിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അടങ്ങാനാകാത്ത ആ ദുഃഖം അവൻ പേറിക്കൊണ്ടാവുമ്പോഴാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവിടെയാണെങ്കിലോ ഒരു മുഅ്മിന് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹ് എൻ്റെ മേൽ കണക്കാക്കിയതാണ് എന്ന് പറഞ്ഞ് അവൻ ക്ഷമിക്കും. ക്ഷമിച്ചാൽ ഒരുപാട് പ്രതിഫലം ക്ഷമിക്കുന്ന ആളുകൾക്കുണ്ട്. അവർക്ക് കണക്കാക്കാത്ത, അവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക്. നിങ്ങൾ കേട്ടില്ലേ, ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുഅ്തത്തിന്റെ യുദ്ധക്കളത്തിൽ വീണ് വെട്ടേറ്റ് കൊണ്ട് 90 ചില്ലാനും മുറിവുകളോടുകൂടെ ഊർജ്ജശ്വാസം വലിച്ച ഒരു മാംസപിണ്ഡമായി പെടുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമൈർ ഒരൽപ്പം വെള്ളവുമായി കൊണ്ട് ചെന്നു. അപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. റമദാൻ മാസത്തിലെല്ലാം മുഅ്തത്ത് യുദ്ധമുണ്ടായത്. കാരണം എന്താണ്? അതിനെ അഭിമുഖീകരിക്കാൻ അതിൽ ഭയമില്ല, മരിക്കുന്നതിൻ്റെ ഭയമില്ല, സംഭവിച്ചതിന് ഖേദപ്രകടനം ഇല്ല. ആലോചിക്കണം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ വെള്ളം ആ പരിചയം വെച്ചേക്കും, ഞാൻ പ്രദോഷം വരെ നോമ്പ് തുറക്കുന്നത് വരെ ഞാൻ ഹയാത്തോടു കൂടി ഇരുന്നെങ്കിൽ ആ വെള്ളം എടുത്ത് ഞാൻ നോമ്പ് തുറക്കാം. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴൊന്നുമില്ല, അവർക്ക് ഭയം ഉണ്ടാവില്ല. അപ്പൊ ആ മരണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി മരിക്കാനുള്ള സൗഭാഗ്യം, സ്വർഗം കണ്ട് അവൻ്റെ ഔറല്യങ്ങളെ കണ്ട് അവിടുത്തെ അനുഭൂതികളെ കണ്ട് മരണത്തിന്റെ വേദന അറിയാതെ മരിക്കുന്ന മുത്തഖീങ്ങൾ അല്ലാഹു തആല നമ്മളെയും നമ്മൾ ബന്ധപ്പെട്ട ദുആവും വസിയത്ത് ചെയ്തവർ എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരട്ടെ. സുഹൃത്തുക്കളെ, അപ്പോൾ ഒരു കാര്യം ഇവിടെ വരികയാണെങ്കിൽ അവന് ഭയം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. ഒരു കാര്യം, ഒരു തെറ്റ് കുറ്റം നമ്മളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ തൗബ ചെയ്യുക. പരിഹാരം ഉണ്ടല്ലോ. മനുഷ്യനുമായി ഇടപാടുണ്ടെങ്കിൽ വാക്ക്, അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വാക്ക് ഇടപാട് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ആവശ്യമില്ലാതെ അനാവശ്യമായിക്കൊണ്ട് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ഒരു വ്യക്തിയെ പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തി നമ്മൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് അവൻ്റെ മനസ്സിനെ വ്രണപ്പെടുത്തിയാൽ നീ സ്വർഗക്കാരനാണെങ്കിൽ പോലും നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവിടെ തടഞ്ഞു വെക്കും. ജന്നത്തൻ മധുലമ, അവിടെ തടഞ്ഞു വെക്കും. എന്തിന്? നീ കണ്ണിൽ കോരിയിട്ട് ഹൃദയം വ്രണമാക്കി അവനെ വിഷമിപ്പിച്ച അതിൽ ആനന്ദം കൊണ്ട് നീ പോയെങ്കിൽ ഇന്ന് നിന്റെ ഹസനാത്ത് പിടിക്കാൻ ഒരു വിഭാഗം ആളുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകാം. എന്നിട്ട് അവന്റെ വക്കലുള്ള എന്താണ് നമുക്ക് ഹിസാസ് എടുക്കുന്ന രീതിയിൽ ഹിസാസ് എടുക്കും. അവന്റെ ചെയ്യാത്ത കണക്ക് വെച്ച് അല്ലെ, അവന്റെ മോശമായ കാര്യങ്ങളൊക്കെ നിനക്ക് എൻ്റെ നല്ല അമലൊക്കെ ഓനും കൊടുക്കും. അതുകൊണ്ട് പറയണമല്ലോ, ഇഷ്ടം പോലെ പറഞ്ഞോട്ടെ. അപ്പൊ പറയുമ്പോ നാളെ ഞാൻ ഇവിടുത്തെ കഴിയുമല്ലോ, അപ്പൊ പോട്ടെ, ആ വിഷയം പോട്ടെ. അപ്പൊ എനിക്ക് പറഞ്ഞത് എന്താണ്, എത്ര നല്ല മനുഷ്യനാണെങ്കിലും അപ്പൊ അവനവിടെ ദുഃഖം ഉണ്ടാവുകയില്ല. ഇവിടെ നിന്നൊന്നും ചെയ്തില്ലെങ്കിൽ ദുഃഖം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ദുഃഖം ഇല്ലാതെ പോകുന്നതാണ്. അപ്പൊ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുക. രണ്ടാമത്തത് തവക്കല്. ഈ രണ്ട് കാര്യങ്ങളിൽ അധിഷ്ഠിതമായി ഒരു മനുഷ്യൻ ജീവിക്കുന്നുണ്ടോ അവനെന്തില്ല, ഭയം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം. അപ്പൊ നമുക്ക് പരിഹാരമായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഖ്വ വേണം, പിന്നെ ഇഖ്ലാസും വേണം. ഇഖ്ലാസ് മുഖ്ലിസായിരിക്കുക എന്നുള്ളത് തഖ്വയിൽ ഉൾപ്പെട്ടതാണ് അല്ലെ. തവക്കൽ വേണം. ഹസ്ബുനല്ലാഹ്, അല്ലാഹ് മതി എനിക്ക് എന്നുള്ളത്. അന്നബി റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസ്. എന്താ അദ്ദേഹം പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, യാ ഇബാദി, എന്റെ അടിമകളെ. അടിമ എന്ന് പറഞ്ഞാൽ അറിയാം, യജമാനൻ 100% അനുസരിക്കുക. നമ്മൾ എപ്പോഴും പറയേണ്ടതാണ്. നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, എന്റെ നഫ്സിന്റെ മേലുള്ള അതിക്രമത്തെ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഹറംതു, ഹറാമാക്കപ്പെട്ടു. എന്റെ നഫ്സിന്റെ മേൽ ഏതാണ് ദുൽമ? ശിർക്കാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. കുടുംബാപം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊറുക്കും, അത് മാത്രം പൊറുക്കുകയില്ല. അല്ലാഹു തുല്യനായിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളൊക്കെ മറ്റേതെങ്കിലും സൃഷ്ടികളിൽ മുമ്പിൽ കൊണ്ടുപോയി അവതരിപ്പിക്കുക, അള്ളാഹുവിന് തുല്യമായി മറ്റൊന്നുണ്ടെന്ന് പറയാം, സമാധാനിയത്ത് കൽപ്പിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടൊക്കെ ശിർക്ക് വന്നു പോകും. അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. വജഅൽതുഹു ബൈനകും മുഹറമ, ഞാൻ നിങ്ങൾക്കിടയിൽ അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഫലാ തുളാലിമു,
നിങ്ങൾ അതിക്രമം ചെയ്യരുത്, നിങ്ങൾ ഒരിക്കലും അതിക്രമം ചെയ്യരുത്. അങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം. അതെ, കുല്ലുക്കും ദാല്ലുന്നില്ല മൻ ഹദൈതുഹു ഫസ്തഹ്ദൂനി. കുല്ലുക്കും ദാല്ലുൻ, നിങ്ങൾ എല്ലാവരും വഴിപിഴച്ചവരാണ്. കുല്ലുക്കും ദാല്ലുൻ ഇല്ലാ മൻ ഹദൈതുഹു, ഞാൻ സന്മാർഗം നൽകിയവനില്ല. ഫസ്തഹ്ദൂനി, ഹിദായത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കുക. ഒരു ദിവസം 5 പ്രാവശ്യം പല പ്രാവശ്യമായിക്കൊണ്ട് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചോനെ മനസ്സറിഞ്ഞുകൊണ്ട് നിന്റെ സിറാത്തുൽ മുസ്തഖീങ്ങൾ ഞങ്ങൾ നീ പഠിച്ചു തരണേ തമ്പുരാനെ. യാ ഇബാദി കുല്ലുക്കും മാലിൻ, നിങ്ങൾ എല്ലാവരും നഗ്നരാണ്. ഇല്ലാ മൻ കസൗതു, ഞാൻ നഗ്നം മറച്ചവനല്ലാതെ. അതുകൊണ്ട് ഫസ്തക്സുനി, ആ നഗ്നത മറക്കാൻ നിങ്ങൾ എന്നോട് പറയുക. എങ്കിൽ അക്സുക്കും, നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ നഗ്നത, നിങ്ങളുടെ പോരായ്മകൾ നിങ്ങൾക്ക് മറച്ചു തരും. യാ ഇബാദി കുല്ലുക്കും ജായുൻ, ഓ അടിമകളെ, കുല്ലുക്കും ജായുൻ, നിങ്ങൾ മുഴുവനും വിശന്നവരാണ്. ഇല്ലാ മൻ അത്അംതുഹു, ഞാൻ ഭക്ഷണം നൽകിയവനൊഴികെ. വലിയ കാര്യങ്ങളാണ് പറഞ്ഞത്, നമ്മളൊന്നും ചിന്തിക്കൂല. ലോകത്തുള്ള മഹ്ലൂക്ക് മനുഷ്യന്മാർ മുഴുവനും ഒരുമിച്ച് കൂടി, ലോകത്തുള്ള സകലത്തിലെ ആധുനിക ഉപകരണങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മനുഷ്യൻ ഒരു തുള്ളി വെള്ളം ഇറങ്ങാത്ത മാരകമായ ഒരു രോഗമുണ്ടായി കഴിഞ്ഞാൽ എല്ലാം പാടെ കൂടിയാലും അത് അതിലൂടെ ഇറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ആർക്ക് ഭക്ഷണം നൽകുന്ന അള്ളാഹു തആലയാണ്. അതാണ് വേണ്ടത്. നിങ്ങളെല്ലാവരും വിശന്ന് പൊരിഞ്ഞവരാണ്. അതുകൊണ്ട് ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ട് ഫസ്തത്അമൂനി, ഭക്ഷണത്തെ നിങ്ങൾ എന്നോട് ചോദിക്കുക, എങ്കിൽ അത്അമുക്കും, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. അത് ചോദിക്കണം. ഹോസ്പിറ്റലിൽ കയറി ഒരു ഭാഗത്തു കൂടി കയറി ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ തിരിഞ്ഞു പോകും നോക്കണം. അപ്പോൾ മൂക്കിലൂടെ തൂവിട്ട ആൾക്കാർ, അതുപോലെ തന്നെ മലമൂത്ര വിസർജനം പോകാനിട്ട് അവിടെ തൂവിട്ട ആൾക്കാർ, ചില ആൾക്കാർക്ക് ഈ വയറിൻ്റെ ഇവിടെ തുറന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാർ, ഇതൊക്കെ അവർക്ക് ബോധ്യമായിട്ടാണോ? അല്ല, അങ്ങനെയല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിലകൊള്ളുന്നു. അത് എപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്താൻ ഉദ്ദേശിക്കുന്നോ അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്റ്റോപ്പാക്കും. യാ ഇബാദി ലൻ തബ്ലഗൂ ദുർരി ഫതദുർനി വലൻ തബ്ലഗൂ നഫഈ ഫതൻഫഉനി, എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് എത്തുകയില്ല. ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തടയുന്നവൻ ഞാനാണ്. അതുകൊണ്ട് ആ പ്രയാസത്തെയും ബുദ്ധിമുട്ടെയും തടയാൻ നിങ്ങൾ എന്നോട് പറയുക. എനിക്ക് നിങ്ങൾ വിപരീതം പ്രവർത്തിക്കാതിരിക്കുക. എൻ്റെ ഉപകാരം നിങ്ങൾക്ക് എത്തുകയില്ല. എന്നോട് നിങ്ങൾക്ക് വേണ്ടുന്ന ഉപകാരങ്ങളും കാര്യങ്ങളും നിങ്ങൾ എന്നോട് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം കിട്ടുന്നതാണ്. യാ ഇബാദി ഇന്നക്കും തഖ്തഊന ബില്ലൈലി വന്നഹാർ, ഓ അടിമകളെ, നിങ്ങൾ രാത്രിയും പകലുമായിക്കൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. ഞാൻ എല്ലാ പാപങ്ങളും, എത്ര വലിയ പാപങ്ങളാണെങ്കിലും ശിർക്ക് കുഫർ മുർത്തദായി പോയാൽ അത് പരിഹാരമുണ്ട്. തിരിച്ചു വരിക, ഷഹാദത്ത് ചെല്ലുക, ഇതൊന്നും പരിഹാരമുണ്ട്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് പൊറുക്കലിനെ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് തീർച്ചയായും പൊറുത്തു തരും. ഇനി അള്ളാഹ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ നോക്ക്. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും അലാ അത്ഖ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ മിൽക്കി ഷൈആ. നിങ്ങളുടെ കഴിഞ്ഞു പോയ ആളുകളും വരാനിരിക്കുന്ന ആളുകളും ജിന്നും ഇൻസും എല്ലാം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബ് പോലെയായി, അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനസിക തലം പോലെയായി. ഒക്കെ ഒരാളും ഇവിടെ അള്ളാഹുക്ക് വിരോധം പ്രവർത്തിക്കുന്നവരില്ല. അങ്ങനെ ആയാൽ മാസാദ മിൽക്കി ഷൈആ, എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും കൂടുതലാവില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അള്ളാഹ് ഒരാൾക്ക് തെറ്റ് ചെയ്തു, കുറച്ച് ആൾക്കാർ മോമിനികളാവുന്നു, കുറച്ച് ആൾക്കാർ അള്ളാഹ് ഇല്ല എന്ന് പറയുന്നു, ചില ആൾക്കാർ അള്ള ഉണ്ട് എന്ന് പറയുന്നു, ചില ആൾക്കാർ ഇതല്ല അള്ളാഹ് വേറെ അള്ള ഉണ്ടെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടല്ലോ. പക്ഷേ അതൊക്കെ പറഞ്ഞാലും ഇതൊന്നും ഒന്നുമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും വിശ്വസിച്ചു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മാനസികതലം പോലത്തെ മാനസികതലം നിങ്ങൾക്കായാലും ശരി, നിങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഒന്നും യാസ്തിയാവൂല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മാ നഖസ ദാലിക മിൽക്കി ഷൈആ. ലോകത്ത് വന്ന എല്ലാ ആളുകളും, കഴിഞ്ഞുപോയ ജിന്ന് ഇൻസ് മുഴുവനും, എല്ലാ ആളുകളുടെയും ഖൽബ് പോലെ മാനസിക തലത്തിലായി അബൂജഹൽ ഉത്ബത്ത് ശൈബത്തിന്റെ മാനസിക തലം പോലത്തെ മാനസിക തലമായി മാറിയെങ്കിൽ, എന്നിട്ടോ അങ്ങനെയായി ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റവാളികളുടെ മനസ്സ് പോലെ കടുത്ത ഹൃദയമായി എല്ലാ മനുഷ്യന്മാരുമാണ്. എന്നാൽ മാനകസദാലിക മിൽക്കി ഷൈആ, എൻ്റെ അധികാരത്തിൽ നിന്നൊന്നും പറയില്ല. എനിക്കൊരു പോരായ്മ ഉണ്ടാകുകയില്ല, എനിക്കൊരു നുക്സാനിയത്ത് ഉണ്ടാകുകയില്ല.
ആലോചിച്ചോണം. അല്ല പറയാണത്. അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പവറും അള്ളാഹുവിൻ്റെ കരുണയും റഹ്മത്തും പിന്നെയും പറയുന്നുണ്ട്. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദിൻ ഫസ്അലൂനി ഫഅതൈതുഹു കുല്ല ഇൻസാനിൻ മാ സഅൽത. ഈ ലോകത്തുള്ള ജിന്ന് ഇൻസ് മുഴുവനും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി എന്നിട്ട് അവർ അള്ളാഹുവിനോട് ചോദിച്ചു. അങ്ങനെ അള്ളാഹു താല അവർക്ക് ചോദിച്ചത് മുഴുവനും അള്ളാഹു താല അവർക്ക് നൽകിയാൽ എന്റെ അടുക്കൽ നിന്നുള്ളതിൽ നിന്ന് ഒന്നും തന്നെ കുറയുകയില്ല, ഒന്നും കുറയില്ല. സമുദ്രത്തിലേക്ക് ഒരു സൂചി കിട്ടി ഇറക്കിയിട്ട് ഇങ്ങോട്ട് എടുത്താൽ എന്താ, എത്രമാത്രം ഈ സൂര്യമിൽ വെള്ളം പ്രവഹിച്ചോ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ലോകത്തുള്ള മനുഷ്യർ മുഴുവനും ഒരുമിച്ച് കൂടി, ജിന്നും ഒരുമിച്ച് കൂടി അള്ളാഹുവിനോട് വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹു താലാനോട് ചോദിച്ചു. അതെല്ലാം അള്ളാഹു താല അവർക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ എൻ്റെ പക്കൽ നിന്നുള്ളതിൽ നിന്ന് ഒന്നും തന്നെ കുറയുകയില്ല. ഏതുപോലെ ഒരു സൂചി സമുദ്രത്തിലേക്ക് ഇറക്കിയിട്ട് ഇങ്ങോട്ട് ഉയർത്തിയാൽ എത്രമാത്രം പോകും, അതുപോലെയായിരിക്കും. തീർച്ചയായും നിങ്ങളുടെ അഅ്മാലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിന്റെ ബാക്കി ഞാൻ പറഞ്ഞു തീർക്കാൻ. തീർച്ചയായും നിങ്ങളുടെ അഅ്മാലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിജപ്പെടുത്തുന്നു, ക്ലിപ്തപ്പെടുത്തുന്നു. പിന്നീട് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകും. അപ്പൊ നിങ്ങൾക്ക് ഖൈറെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അൽഹംദുലില്ലാ പറയുക. സ്വർഗ്ഗക്കാരുടെ പ്രാർത്ഥന അൽഹംദുലില്ലാഹ്. സ്വർഗ്ഗക്കാരുടെ പ്രശ്നേ സ്വർഗത്തിൽ കടന്നിട്ട് പറയാനേ ഈ മുസീബും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നിർത്തിയ അല്ലാഹുവിന് സകല സ്തുതിയുന്നു. ഇനി ഇതല്ലാതെ നിനക്ക് എത്തുകയാണെങ്കിൽ നീ ഒരാളെയും ആക്ഷേപിക്കേണ്ട, നീ തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഇപ്പം നമ്മൾക്ക് ഇതിന് മനസ്സിലായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഇതിന് മനസ്സിലായി. അപ്പോൾ നമ്മൾക്ക് ദുഃഖമുണ്ടാകുമ്പോൾ അതിനെ നമ്മൾക്ക് പ്രതിരോധിക്കാനുള്ള ഈമാനികമായ ശക്തി നമ്മൾക്കുണ്ടാകാം. അതന്നെ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഭയമുണ്ടാകുമ്പോൾ ആ ഭയത്തെ നേരിടാനുള്ള ഒരു പ്രതിവിധി, നേരിടാനുള്ള സംവിധാനം, നമ്മളുടെ ഈമാനികമായ പ്രതിരോധ ശക്തി നമ്മളുടെ കൽബിൽ ഉണ്ടാക്കണം. അത് ഉണ്ടാണെങ്കിൽ എന്ത് വേണം? പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ കലിമത്തു തൗഹീദ്, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തു ത്വയ്യിബ നമ്മുടെ കൽബിൽ പ്രകാശിച്ചേ കഴിയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് 2 കാര്യങ്ങൾ മുഅ്മിനിന് ഉണ്ടാകുകയില്ല. ഏതാണ്ട് കാര്യം? ഒന്ന് ഖൗഫ്, ഭയം, മറ്റൊന്ന് ഹുസ്ന്, ദുഃഖം. ഈ 2 കാര്യം ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹീങ്ങൾ, മുത്തഖീങ്ങൾ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങൾ അമല്, ഇബാദത്ത്, ഇൽമ് ഒക്കെ കുറഞ്ഞ ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ലോക ഫസാദായ സന്ദർഭം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് നിന്റെ ഹബീബായ റസൂൽ, സ്വഹാബത്ത്, താബിഈങ്ങൾ ഒക്കെ ജീവിച്ച അതേ മാർഗത്തിൽ ഞങ്ങൾ നിലനിർത്തുകയും അതിൽ തന്നെയായി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഉറ്റവരും ഉടയവരുമായ നിരവധി ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകേണ്ട റഹ്മാനെ. അപ്പം അടുത്ത് എൻ്റെ എളാപ്പ മരണപ്പെട്ടു. അദ്ദേഹം ഓതിയിരുന്ന കാലത്ത് എനിക്ക് സാമ്പത്തികമായി ഏറെക്കുറെ സഹായിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ഇത്ര പൈസ എടുത്തിട്ടുണ്ട് എന്ന് പറയലാണ്, അതാ എന്ന് പറയും. അദ്ദേഹത്തിന് റബ്ബേ നീ പുറത്തു കൊടുക്കണേ. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതത്തിൽ നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾ മുത്തഖീങ്ങളാക്കണേ റഹ്മാനെ, സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഖബർ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കണേ റഹ്മാനെ. റഹ്മാനെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരാരൊക്കെയാണ് നിനക്കറിയാം. അസബ് നസബാറി എന്ന നാഥ, അവരുടെയും ഞങ്ങളുടെയും ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ച് തരണേ റഹ്മാനെ. ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. റഹ്മത്തിക യാ അർഹം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.